ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹ സമൃദ്ധമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാമത്തെ വചനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമുക്കൊന്നുകൂടെ ആ വചനമൊന്ന് ഏറ്റുപറയാം. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. അതെ പ്രിയ മക്കളെ, ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഉറവ ഒഴുകുമെന്ന് വിശുദ്ധ ബൈബിളിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ നിമിഷം ഒന്ന് ആലോചിക്കുന്നത്. ദൈവപിതാവിൽ നിന്ന് ജന്മം സ്വീകരിച്ച് വിശുദ്ധ മാമോദീസായിലൂടെ സഭയുടെ അംഗങ്ങളായി ഇന്ന് കൂദാശകൾ സ്വീകരിച്ച് യേശുവിനോടൊത്ത് നടന്ന് നീങ്ങുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും നാം പരാതിപ്പെടാറുണ്ട്, എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല, ഹൃദയത്തിലെ ദുഃഖങ്ങൾ നിറയുന്നു, ശാന്തിയില്ല, എൻ്റെ ഉറക്കം പോകുന്നു, ജീവിക്കാൻ എനിക്ക് മടുപ്പ് തോന്നുന്നു. അപ്പോഴും നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വചനം ഇതാണ്: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. ചെറുപ്പം മുതൽ മാതാവിൻ്റെ മടിയിലിരുന്ന് വചനം ശ്രവിച്ച് ദൈവപിതാവ് തന്നോട് ആഗ്രഹിക്കുന്നത് എന്തോ, തന്നോട് പറയുന്നത് എന്തോ, അത് അമ്മയുടെ സമീപം ഇരുന്ന് ആ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നുകൊടുത്ത് ദൈവമായിരുന്നിട്ടും വചനത്തെ ഉള്ളിൽ നിറച്ച ഒരു ദൈവമാണ്, ഒരു ഈശോയാണ് നമുക്കുള്ളത്. നാമും അതുപോലെ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ പിൻഗാമിയായി മാറ്റപ്പെടുന്ന, മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കും ഇതുപോലെ ദൈവപിതാവിൻ്റെ സന്നിധിയിലിരുന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, ഹൃദയങ്ങൾ തമ്മിലുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ അതിന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മഹത്തായ ദാനമാണ് വിശുദ്ധ ബൈബിൾ. ഈ വിശുദ്ധ ബൈബിളാണ് ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സഹായം നൽകുന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ബൈബിളാണ്. ഇതിലെ ഓരോ വചനവും എൻ്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ഈ ബൈബിൾ നൽകും. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക, എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കരുത്. അതാണ് ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ദൈവപിതാവ് വചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നത്. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടേണ്ടത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. ആധുനിക തലമുറയുടെ പ്രത്യേകത നമുക്കറിയാം. ഇന്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും സംശയങ്ങളിലും പ്രതിബന്ധങ്ങളിലും നമ്മൾ നെറ്റിൽ പരതുമ്പോൾ ഈശോ വ്യക്തമായി നമ്മോട് പറയുന്നു, വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടേണ്ടത് എവിടെ നിന്നാണ്? വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നേടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഈ വചനമായി ഈശോ എനിക്ക് നൽകുകയാണ്. അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയണം. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. സഹനങ്ങളുടെ പാരമ്പര്യത്തിലും എല്ലാ പ്രശ്നങ്ങളിലും വചനം ഉപയോഗിച്ച് ഈശോ ജീവിതത്തെ നിലനിർത്തി. സാത്താന്റെ പരീക്ഷണം നമുക്കറിയാം, അവിടെയും ഈശോ വചനം ഉപയോഗിച്ച് തിന്മയെ കീഴടക്കി. എനിക്കും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ? പാപങ്ങളും കോട്ടങ്ങളുമുണ്ടോ? ദുഃഖങ്ങളും വേദനകളുമുണ്ടോ? നിരാശാപരമായ ജീവിതമുണ്ടോ? അവിടെയൊക്കെ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ എനിക്ക് അത്യാവശ്യം വേണ്ടത് ഈ വചനമാണ് എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകിയാണ്. വിശുദ്ധ ബൈബിളിൽ യോസേപ്പ് പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് വിശുദ്ധ യോസേപ്പിന്റെ ജീവിതത്തിന്റെ സംശയങ്ങളും അതിനെ ദൂരീകരിക്കുന്ന അവസ്ഥകളുമെല്ലാമാണ്.
വചനം തന്നെയാണ് യോസേപ്പ് പിതാവിനെ നയിച്ചത്. നമുക്കറിയാം, ഗർഭിണിയായ ഒരു ഭാര്യയെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് മാനസിക സംഘർഷത്തിലായിരിക്കുന്ന അവസ്ഥയിൽ സ്വയം മരിക്കാൻ പോകുന്ന ഭാര്യയെ സ്നേഹത്തെക്കാൾ കൂടുതൽ വിഷമത്തോടുകൂടെ ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവർ ആ സ്ത്രീയെ എങ്ങനെ കാണുമെന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന സംശയത്തിൻ്റെ നിഴലിൽ യോസേപ്പ് പിതാവ് സ്വീകരിച്ചത് ഹൃദയത്തോട് ചേർന്ന് നിന്ന് വചനകൂടാരത്തിലായിരുന്നു കൊണ്ട് സ്വപ്നത്തിലൂടെ ലഭിച്ച വചനത്തെ ഹൃദയത്തിലേക്ക് എടുക്കുകയായിരുന്നു. നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന വചനം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. അതോടുകൂടെ യോസേപ്പ് പിതാവിന്റെ ജീവിതം തന്നെ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വചനത്തിലേക്ക് നമ്മൾ ഉത്തരം അന്വേഷിച്ച് ചെല്ലണം. നമ്മുടെ ജീവിതത്തിന്റെ പരാധീനത എന്ന് പറയുന്നത് വചനത്തെ നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടും, വിവിധ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു പോകും, കൗൺസിലിങ്ങിന് നമ്മൾ പോകും, മറ്റ് ദൈവങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പോലും നമുക്കുണ്ടാവും. പക്ഷേയും അവിടെയും എൻ്റെ വീട്ടിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വചനത്തെ എൻ്റെ കൈകളിലെടുക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിന് ഉത്തരമായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം, വിശ്വസിക്കാൻ കഴിയണം. എപ്പോഴും ഈ വചനം നിന്റെ ശരീരത്തിൽ അല്ലെ നിന്റെ ശിരസിൽ പൂമാല പോലെ അണിയിക്കും, നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകും എന്ന് പോലും വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തെ കിരീടമണിയിക്കുന്നത് എന്താണ്? വചനം തന്നെയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രഭാതത്തിൽ ഉണർന്ന് വചനത്തിൽ ജീവിതം ആരംഭിച്ച് വൈകുന്നേരം കിടക്കുമ്പോൾ വചനത്തിൽ വായിച്ച് ആ വചനത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് അടിയറ വെച്ച് ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചാൽ, ഈ വചനത്തിന് മുമ്പിൽ ഇടയ്ക്ക് പ്രഭാതത്തിലെ വായനയും വൈകുന്നേരത്തെ വായനയിലും ഇടയിലുള്ള ആ വചന വായനയ്ക്കിടയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ നിർത്തിയാൽ എനിക്ക് ഈശോയോട് കൂട്ടുകൂടാൻ സാധിക്കും. ഈ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മാറും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിലേക്ക് വളരുവാനും ദൈവത്തിലേക്ക് ഐക്യത്തിലേക്ക് കടന്നു വരുവാനും ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ദാനങ്ങളാണ് കേട്ടോ കൂദാശകള്. പ്രഭാതത്തിൽ ഉണർന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ജീവിതത്തിന്റെ ഉത്തരം വിശുദ്ധ കുർബാനയിലായി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ ഉദാസീനരായി അലസരായി നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോഴാണ് വചനത്തിലേക്ക് ആകർഷിക്കാൻ ഇടയാകുന്നത്. ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് അവിടെയാണ്. അപ്പോ നമുക്ക് നമ്മുടെ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. വചനം പറയുവാണ്, ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതയിൽ നിന്നെ നയിച്ചു. അപ്പോ ഈ സത്യസന്ധതയുടെ പാതയിലൂടെ നയിക്കണമെങ്കിലും നമുക്ക് ആവശ്യം വേണ്ടത് വചനമാണ്. വചനത്തെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് കൈകൾ കൂർപ്പാം, ശിരസ് നമിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന സ്വർഗത്തിന്റെ സമ്മാനമാണല്ലോ ഈശോയെ അങ്ങയുടെ വചനം. ഈ വചനത്തെ വേണ്ട വിധം ഗ്രഹിക്കുവാൻ, വചനം എന്തെന്ന് മനസ്സിലാക്കുവാൻ, വചനത്തിനു മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുവാൻ പൊന്നു തമ്പുരാനെ എനിക്കായില്ല. ഇനിയെങ്കിലും എൻ്റെ ഈശോയെ, വചനം മാംസം ധരിച്ച് ഭൂമിയിലേക്ക് വന്ന അങ്ങ് ആ വചനമായി എൻ്റെ ഹൃദയത്തിലും ഒന്ന് അവതാരം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിന്റെ കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ, എൻ്റെ കുടുംബത്തിലും ഞാൻ ഇടപെടുന്ന വ്യക്തികളിലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും കുടുംബാംഗങ്ങളിലും എൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഈ വചനം അവതാരം ചെയ്ത് വചനം എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാൻ തക്കവിധം എൻ്റെ ജീവിതത്തെ ഒരുക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.